Good morning to all of you. Today we are going to discuss about valuation of closing stock of finished goods. ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കോസ്റ്റ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനായി ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ എമൗണ്ട് എത്രയുണ്ടോ അതിനെ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ യൂണിറ്റ് എത്രയുണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ ലഭിക്കുക. In cost accounting, the closing stock of finished goods is valued at cost. By cost, we mean the cost of production of finished goods in stock. Value of closing stock of finished goods is equal to total cost of production divided by total units produced into units of finished goods in stock. From the following information, prepare a cost sheet of Aruna Limited showing the cost of production and profit per unit. Units produced 100, units sold 80, direct materials consumed rupees 400 per unit, direct labor hours worked 1000, hourly rate of labor rupees 10, factory overheads rupees 5 per labor hour, office overhead 10% of works cost, selling overheads at rupees 15 per units sold, margin of profit 25% on cost. ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ് 100 ആണ്, വിറ്റിരിക്കുന്ന യൂണിറ്റ് 80 ആണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 100 മൈനസ് 80 20 ആണ്. ആ 20 യൂണിറ്റ്സ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്താണെന്ന് ഇവിടെ നൽകിയിട്ടില്ല. ആ വാല്യൂ ആണ് വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്തേണ്ടത്. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് rupees 400 പെർ യൂണിറ്റ് ആണ് തന്നിരിക്കുക. പെർ യൂണിറ്റ് കോസ്റ്റാണ് നമുക്ക് തന്നിരിക്കുക. ആയതിനാൽ 100 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുക 100 ഇൻറ്റു 400 ആണ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡിൻ്റെ കോസ്റ്റ് വരിക 40,000 ആണ്. പെർ യൂണിറ്റ് 400 ആണ്.
ഡയറക്റ്റ് ലേബർ കോസ്റ്റിനെ പറ്റി പറയുന്നത് ഡയറക്റ്റ് ലേബർ അവേഴ്സ് വർക്ക്ഡ് 1000 ആണ്. അവർലി റേറ്റ് ഓഫ് ലേബർ ₹10 ആണ്. ആയതിനാൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുക 1000 × 10 10,000 ആണ്. അതിൻ്റെ പെർ യൂണിറ്റ് അറിയുന്നതിന് വേണ്ടി 10,000നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 100 ആണ് പെർ യൂണിറ്റ് കോസ്റ്റ് ലഭിക്കുക. അങ്ങനെ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡും ഡയറക്റ്റ് ലേബർ കോസ്റ്റും ആഡ് ചെയ്യുക. അപ്പോൾ പ്രൈം കോസ്റ്റ് ലഭിക്കുന്നു. ഡയറക്റ്റ് എക്സ്പെൻസസ് ഇല്ലാത്തതിനാൽ അത് ആഡ് ചെയ്യേണ്ടതില്ല. അങ്ങനെ പ്രൈം കോസ്റ്റ് 50,000ഉം അതിൻ്റെ പെർ യൂണിറ്റ് 500ഉം ലഭിക്കുന്നു. ഇനി ഫാക്ടറി ഓവർഹെഡിനെ പറ്റി പറയുക. ഫാക്ടറി ഓവർഹെഡ് ₹5 പെർ ലേബർ അവർ. ഒരു ലേബർ അവറിന് ₹5 വെച്ചാണ് ഫാക്ടറി ഓവർഹെഡ് വരിക. അപ്പോൾ ലേബർ അവർ 1000 ആണ്. 1000 × 5 എന്ന് പറയുന്നതാണ് ഫാക്ടറി ഓവർഹെഡ്. ദാറ്റ് ഈസ് 5000. അതിൻ്റെ പെർ യൂണിറ്റ് 5000നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 50 ലഭിക്കുന്നു. അങ്ങനെ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ വർക്ക്സ് കോസ്റ്റ് ലഭിക്കുന്നു. ഇനി ഓഫീസ് ഓവർഹെഡ് എന്ന് പറയുക വർക്ക്സ് കോസ്റ്റിൻ്റെ 10% ആണെന്നാണ് പറയുക. ആയതിനാൽ വർക്ക്സ് കോസ്റ്റ് 55,000 ആണ്. അതിൻ്റെ 10% ആണ് ഓഫീസ് ഓവർഹെഡ് എന്ന് പറയുക. അത് 5,500 ആണ്. അതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുക 55 ആണ്. അങ്ങനെ വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 60,500 ലഭിക്കുന്നു. അതിൻ്റെ പെർ യൂണിറ്റ് 605ഉം ലഭിക്കുന്നു. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുക, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ യൂണിറ്റ് നമുക്ക് നേരിട്ട് നൽകിയിട്ടില്ല, അതിൻ്റെ വാല്യൂവും നൽകിയിട്ടില്ല. പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ യൂണിറ്റ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെന്നും 80 യൂണിറ്റ് വിറ്റെന്നും പറഞ്ഞിട്ടുണ്ട്. ആയതിനാൽ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ 20 യൂണിറ്റ് അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ 20 യൂണിറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മളുടെ ഇക്വേഷൻ ഉപയോഗിക്കുക. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ സ്റ്റോക്ക്. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുക 60,500 ആണ് ഇപ്പോൾ നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ ലഭിച്ചിരിക്കുന്നത്. അതേ ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ സ്റ്റോക്ക്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ യൂണിറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് 20 ആണ്. അപ്പോൾ ഇക്വേഷനിലേക്ക് ഇത് അപ്ലൈ ചെയ്യുക. 60,500 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 20. ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 605 ആണ്. ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുക 12,100 ആണ്. അങ്ങനെയാണ് 20 യൂണിറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ എന്ന് പറയുക 12,100 എന്ന് ലഭിക്കുക. ഇതാണ് വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുക. അങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലഭിക്കുന്നു. അങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 48,400. അതിൻ്റെ കോസ്റ്റ് 605 താഴേക്ക് ഇറക്കി എഴുതുന്നു. ദെൻ അതിനുശേഷം
നമുക്ക് തന്നിരിക്കുക സെല്ലിംഗ് ഓവർഹെഡ് അറ്റ് ₹15 പെർ യൂണിറ്റ് സോൾഡ് ആണ്. വിറ്റ യൂണിറ്റുകൾക്കാണ് സെല്ലിംഗ് ഓവർഹെഡ് വരിക. അത് വിറ്റ യൂണിറ്റിന് ₹15 വെച്ചാണ്. അപ്പോൾ ആയതിനാൽ 15 × 80 ആണ്. അത് 1200 ആണ്. അങ്ങനെ കോസ്റ്റ് ഓഫ് സെയിൽസ് $49,600 ലഭിക്കുന്നു. അതിൻ്റെ പെർ യൂണിറ്റ് 620 ലഭിക്കുന്നു. അടുത്തത് സെയിൽസ് ആണ്. പ്രോഫിറ്റ് നമുക്കറിയില്ല, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയില്ല. സെയിൽസ് എന്ന് പറയുക, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 80 യൂണിറ്റ് ആണ് വിറ്റിരിക്കുക. അതിൽ സെല്ലിംഗ് പ്രൈസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ സെയിൽസിൻ്റെ എമൗണ്ട് നമുക്കറിയാൻ മാർഗ്ഗമില്ല. അതും ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകതയാണ്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടില്ല, സെയിൽസിൻ്റെ എമൗണ്ടോ തന്നിട്ടില്ല. അതുകൊണ്ട് സെയിൽസ് എമൗണ്ട് എന്താണെന്ന് നമുക്ക് ഇവിടെ ആദ്യമേ എഴുതാൻ പറ്റില്ല. പക്ഷേ ഒരു ക്ലോസ് ഇവിടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. മാർജിൻ ഓഫ് പ്രോഫിറ്റ് 25% ഓൺ കോസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. കോസ്റ്റിൻ്റെ 25% ആണ് പ്രോഫിറ്റ് എന്ന് തന്നിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് നിൽക്കുന്ന കോസ്റ്റ് എന്ന് പറയുക 49,600 ആണ്. അതിൻ്റെ 25% എന്ന് പറയുക 12,400 ആണ്. ആ 12,400 ആണ് നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുക. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസും പ്രോഫിറ്റും നമ്മൾ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ക്ലോസ് ഉപയോഗിച്ച് കണ്ടെത്തി. ആയതിനാൽ കോസ്റ്റ് ഓഫ് സെയിൽസും പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 62,000 സെയിൽസ് ലഭിക്കുന്നു. ഇനി പ്രോഫിറ്റ് 12,400 ആണ് എമൗണ്ട്. അതിനെ 80 കൊണ്ട് യൂണിറ്റ് വിറ്റിരിക്കുന്നത് 80 ആണ്. അപ്പോൾ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 155 ലഭിക്കുന്നു. അതുപോലെ സെയിൽസ് 62,000 ആണ് എമൗണ്ട്. അതിനെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 775 ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകതകൾ: ഒന്ന്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലുള്ള യൂണിറ്റ് എത്രയുണ്ടോ അതിൻ്റെ വാല്യൂ കണ്ടെത്തണം. അതുപോലെ സെല്ലിംഗ് പ്രൈസോ സെയിൽസ് എമൗണ്ടോ നേരിട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ എമൗണ്ടിൻ്റെ അഥവാ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രോഫിറ്റ് കാണുകയും ആ കോസ്റ്റും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് നമ്മൾ സെയിൽസ് കണ്ടെത്തുകയുമാണ് ചെയ്യേണ്ടത്. ഈ പ്രോബ്ലം അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക.